ചേട്ടാ ഇരുവറിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഇന്നലെ ഇറങ്ങി. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മുഖത്തൊരു തെളിച്ചമൊക്കെ ഉണ്ട്. ഈ തെളിച്ചം ജനങ്ങളുടെ ഇടയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിയിട്ടുണ്ടോ? ഇരുവർ മോഹൻലാൽ പിണറായി വിജയന്റെ മറ്റേ ഇതല്ലേ ഇന്റർവ്യൂ, ഇന്നലെ ഒരുപാട് ചാനലുകളിൽ ലൈവ് സ്ട്രീം പോയി ആ പരിപാടി. ഞാൻ ആലോചിക്കുന്നതേ, EMS, നയനാര്, കരുണാകരൻ, VS അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി പോട്ടെ, ഉമ്മൻചാണ്ടി വിട്ടുകളെ നമ്മൾ ഈ 4 പേർ, ഇവരൊക്കെ എന്തെങ്കിലും PR ചെയ്തിട്ടോ ഫ്ലെക്സ് ബോർഡ് ചെയ്ത് വെച്ചിട്ടോ താരങ്ങളെ കൊണ്ട് ഇന്റർവ്യൂ എടുപ്പിച്ചിട്ടോ ഓൺലൈൻ മാധ്യമങ്ങളെയും റേഡിയോയും ടെലിവിഷൻ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തിട്ടാണോ ജനപ്രിയരായതോ മുഖ്യമന്ത്രിമാരായതോ? അല്ല, കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ വേണം. പക്ഷെ ഇല്ലാത്തതൊന്നിനെ ഉണ്ടെന്ന് പൊക്കെ കാണിച്ച് ബ്രാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം, അതിന് മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാല് രംഗത്തേക്ക് വരുമ്പോൾ മോഹൻലാൽ ആലോചിക്കേണ്ട ഒരു കാര്യം, മോഹൻലാലിന്റെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില അഭിപ്രായങ്ങളിലും ഗുരുവായൂരിൽ വെച്ച് നമ്മുടെ നരേന്ദ്രമോദിയെ ഒന്ന് കൈകൂപ്പിയതിന്റെ പേരിലുമൊക്കെ മോഹൻലാലിനെ സൈബർ ഇടങ്ങളിൽ ആക്രമിച്ച പാർട്ടിയുടെ തലവന്റെ ഇന്റർവ്യൂ ആണ് മോഹൻലാൽ എടുത്തത്. ഒരുപക്ഷെ മോഹൻലാലിന്റെ ടീം ആവശ്യപ്പെട്ടതിൽ കൂടുതൽ പണം ഈ PRTM നൽകി കണ്ടിട്ടുണ്ടാകും. വെറുതെ ഒന്നും ലാലേട്ടൻ അത്രയും സമയം കൊണ്ട് കളയുമെന്ന് എനിക്ക് തോന്നില്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ PRD ചെയ്ത ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തിട്ടുണ്ടാകും. ഏതെങ്കിലും ഒരു ചാനലിൽ, പ്രത്യേകിച്ച് അവരുടെ സ്വന്തം കൈരളി അല്ല റിപ്പോർട്ടർ TV പോലെയുള്ള ചാനലുകളോട് പറഞ്ഞിരുന്നെങ്കിൽ ലാലേട്ടൻ്റെ പേയ്മെൻറ്റും ഇതൊക്കെ അവർ ഫ്രീ ആയിട്ട് എടുത്ത് അതിനെ വിറ്റ് കാശാക്കിയിരുന്നു. എന്തായാലും പിണറായി വിജയന് മറ്റൊരു മുഖം കൊണ്ടുവരാനാണ് ഇതിൻ്റെ പിന്നിൽ പരിശ്രമിച്ച ടീം ശ്രമിച്ചു നോക്കിയത്. പക്ഷേ ഈ ശ്രമത്തിനൊടുവിൽ മനസ്സിലായത്, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരാരൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യം ഓടി വരുന്ന പേര് മോഹൻലാൽ, മമ്മൂട്ടി, പിന്നീട് ഓരോരുത്തരുടെ പേര് വരും. പക്ഷെ ഇവരെക്കാളൊക്കെ മോഹൻലാലിനേക്കാളും മികച്ച നടനാണ് പിണറായി വിജയൻ എന്ന് ഇന്നലത്തെ ഇന്റർവ്യൂവിലൂടെ തെളിയിക്കാൻ സാധിച്ചു. മോഹൻലാലിനേക്കാൾ നന്നായി, മോഹൻലാല് ഭയങ്കര അഭിനയമൊക്കെ കാഴ്ച വെക്കുന്നുണ്ട്, മോഹൻലാലിനേക്കാൾ നന്നായി പിണറായി വിജയൻ അഭിനയിക്കുന്നതും ഞാൻ കണ്ടു. ഈ ശ്രീനിവാസൻ അന്തരിച്ചപ്പോൾ ഒരുപാട് അദ്ദേഹത്തിന്റെ പഴയ ഇന്റർവ്യൂകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ കയറി വന്നിരുന്നു. ആ സമയത്താണ് ശ്രീനിവാസൻ പിണറായി വിജയനോടൊപ്പം ചേർന്ന് ദാസനും വിജയൻ എന്നൊരു കാലത്ത് എടുത്ത ഒരു ഇന്റർവ്യൂ കൈരളി TV ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന ശ്രീനിവാസൻ പലപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് തെമ്മാടി തരത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷെ കണ്ണൂരുകാരനായതുകൊണ്ടൊക്കെ തന്നെ ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് തോന്നൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമ, ലാൽ ജോസ് ചെയ്ത സിനിമ നമ്മുടെ മുന്നിലുണ്ട്. സഖാവ് മുകുന്ദൻ കഥാപാത്രമൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. ഈ സമയത്താണ്, പണ്ട് ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഇന്റർവ്യൂ മുഴുവനായി കണ്ടത് ശ്രീനിവാസൻ മരിച്ച സമയത്ത് എനിക്ക് റെക്കമെൻഡേഷനിൽ കയറി വന്നപ്പോൾ. അന്ന് ഞാൻ വളരെ അത്ഭുതത്തോടെ, ആരാധനയോടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ നോക്കിയിരുന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ചില ഉപനിഷത്തുകളിലെ ഒരു ചില കോട്ടുകൾ എടുത്ത് കോട്ട് ചെയ്തിട്ട്, മറ്റേ അതെനിക്ക് പറയാനുള്ള വിവരവും വിദ്യാഭ്യാസവും എനിക്കില്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. വിദ്യാഭ്യാസമല്ല, വിവരമില്ല, അത്രയും ഓർമ്മയുമില്ല. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ മനുഷ്യന് ഇത്രയും ആഴത്തിലുള്ള വായനയും അറിവും ഉണ്ടായിരുന്നോ? അറിവുണ്ട്, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല കേട്ടോ. സംസ്കൃതത്തിലൊക്കെ ശ്ലോകം ചൊല്ലാനുള്ള പണ്ഡിതനായിരുന്നല്ലോ, ഇദ്ദേഹത്തെ ആണല്ലോ നമ്മൾ തെറ്റിദ്ധരിച്ചത് എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ ഇരുവർ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്ക് ആകെ അറിയാവുന്ന ആ 4 വരിയായിരുന്നു. കാരണം അന്ന് ശ്രീനിവാസനോട് പറഞ്ഞത് തന്നെ ഇന്നലെ വീണ്ടും റിപ്പീറ്റ് അടിച്ച് മോഹൻലാലിനോടും പറഞ്ഞിട്ടുണ്ട്. കയ്യിൽ പായസം വിളമ്പി തരുമ്പോൾ അത് തിരിച്ചു പിടിച്ച് നക്കാൻ നിന്നാൽ ആ പായസം ദേഹത്ത് വീഴുമെന്നും കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഇത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിലും പുള്ളി പറഞ്ഞു, എന്നുള്ള ലാലേട്ടൻ്റെ ഒന്നും മാറ്റി പിടിക്കണ്ടേ, ഒരു പുതിയ താരങ്ങളൊന്നും എഴുതി കൊടുക്കണ്ടേടാ ഊവേ. ലാലേട്ടൻ അതൊക്കെ കേട്ട് വളരെ അത്ഭുതം അഭിനയിച്ചു. ലാലേട്ടനേക്കാൾ മികച്ച രീതിയിൽ വിനയവും തമാശയും ചിരിയും നവരസ പ്രധാനമായിരുന്നു ആ ഇന്റർവ്യൂ എന്ന് വേണം പറയാൻ. മലയാളത്തിലെ മികച്ച നടിമാരായി നമ്മൾ കണക്കുകൂട്ടിയിട്ടുള്ളത് ഊർവശി ചേച്ചിയെയും ശോഭനയും ഒക്കെയാണ്, ലാലേട്ടനെയും മോഹൻലാലിനെ പറ്റി പറയുന്നത്. എന്നാൽ അവരെക്കാൾ മികച്ച നടിമാർ സിനിമയിൽ അവസരം കിട്ടാതെ മാധ്യമപ്രവർത്തനത്തിലും രാഷ്ട്രീയത്തിലുമൊക്കെ പോയി എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ തെളിയിച്ച ദിവസങ്ങളാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. വെട്ടിത്തിരിഞ്ഞപ്പോൾ ഉണ്ടായ കഴുത്തിനേറ്റ പരിക്ക്, ജില്ലാ ആശുപത്രിയുടെ ചികിത്സയിൽ
ഇങ്ങനെ കഴുത്തിനായിട്ടൊരു ചെറിയ പരിക്കിന് പോലും ചികിത്സ നൽകാൻ നമ്മുടെ നാട്ടിലെ ജില്ലാ ആശുപത്രികൾക്ക് കഴിവില്ല എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോവുകയും അവിടെ വിദഗ്ധ ചികിത്സയിലാണ്, സർജറിയുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. കാനുലയൊക്കെ ഇട്ട് കഴുത്തിൽ ബെൽറ്റൊക്കെ ഇട്ട് എണീക്കാൻ വയ്യാതെ ബെഡിൽ ചാരിയിരിക്കുന്ന വീണ ജോർജിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒപ്പം 3-4 സിസ്റ്റർമാർ, നഴ്സുമാർ ഒപ്പം നിന്ന് ചിരിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എടുത്തു വെച്ച് ഷമ്മാസിനെ പോലെയൊക്കെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ അധിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നൽകിയാൽ 1 പവൻ സ്വർണം മുതൽ ലാൻസർ കാർ വരെയാണ് കമ്പോളത്തിൽ ഒഴുകി നടക്കുന്ന വാഗ്ദാനങ്ങൾ. അല്ല, ആ സമയത്ത് തന്നെ വസീഫ് ഇപ്പോ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകാല് തല്ലി ഒടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഡിവൈഎഫ്ഐ സമ്മാനം പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, അത് വീഡിയോ ദൃശ്യങ്ങൾ, അതായത് തെളിവില്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ മുട്ടുകാൽ തല്ലി ഒടിച്ചുകൊണ്ട് വരുന്നവർക്ക് ഡിവൈഎഫ്ഐയുടെ സമ്മാനം. ഞാൻ പറയട്ടെ, അതൊരു കലാപാഹവനം അല്ലേ? അതെ, അതൊരു കലാപാഹവനമാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നിരയുടെ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത പ്രോട്ടോകോൾ നിലനിൽക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ കാല് തല്ലി ഒടിക്കാനുള്ള ആഹ്വാനമാണ്. ഇവിടെ സംഭവിച്ചത് എന്താണ്? മുഖ്യമന്ത്രി ഈ വീണ ജോർജ് ഭരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം അറിയിക്കാനെത്തുന്നു. അവരെ പോലീസ് പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ മന്ത്രിക്ക് ആവേശം കൊണ്ട് ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ പോലീസ് പിടിച്ചു മാറ്റുന്നു. കരിങ്കൊടിയുടെ കാറ്റേറ്റിട്ടാണോ അംഗരക്ഷകരുടെ കൈകൊണ്ടിട്ടാണോ എന്നറിയില്ല, അവരുടെ തലയ്ക്ക് പെടലിക്ക് പരിക്കേൽക്കുന്നു. ഞാൻ അതിനെ അഭിനയമായിട്ടൊന്നും കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടാവില്ല എന്ന് ഒരു ആശുപത്രി കിടക്കില്ല. ഷംസീർ അവിടെ ഉണ്ടായിരുന്നു. സഭാനാഥൻ ഒരു സഭാംഗത്തിന്, അത് ഭരണപക്ഷ അംഗം മന്ത്രി എന്നത് മാറ്റി നിർത്തിയ ഒരു വനിതാ അംഗത്തിന് ഒരു പരിക്ക് പറ്റുമ്പോൾ അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ക്രോഡീകരിക്കാതെ പെട്ടെന്ന് വന്ദേ ഭാരതിക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് എന്തിനെന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് KSU നേതൃത്വത്തിനെതിരെ മാരകായുധങ്ങളുമായി കൊല്ലടാ അവളെ എന്ന് പറഞ്ഞുകൊണ്ട് പാഞ്ഞെടുത്തു എന്നാണ് കേസ്. ഗൺമാനും കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കേസ് നിലനിൽക്കുമ്പോൾ അവർ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ ഈ തെളിവ് ചോദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിൻ്റെ പേരിൽ VD സതീശന്റെ മുട്ടുകാല് തല്ലി ഒടിക്കുന്നവർക്ക് സമ്മാനമൊക്കെ പ്രഖ്യാപിക്കുന്നവന്റെ മുട്ടുകാല് തല്ലി ഒടിക്കാനുള്ള ത്രാണി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അല്ല, ഇത് ഓൾറെഡി കലാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ച KSU നേതാവിന്റെ വീട്ടിലേക്ക് ബോംബ് എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. കണ്ണൂർ കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തർക്കമൊന്നുമില്ല, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. നോക്കൂ രാഹുൽ, ഇവിടെ എന്താണ് സംഭവിച്ചത് വെച്ചാൽ, കാസർഗോഡ് നിന്ന് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ആരംഭിച്ചപ്പോൾ മുതൽ ഇടതുപക്ഷം അസ്വസ്ഥരാണ്. അവരുടെ യാത്ര എങ്ങും എത്താതെ പോയി. ഇപ്പൊ VD സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പുതുയുഗ യാത്രയിൽ അസ്വസ്ഥരായ ആളുകൾ ഇതൊക്കെ തല്ലി തകർക്കാനും ഇതിനെ പൊളിക്കാനും എന്താണ് മാർഗം എന്ന് തിരക്കി നടക്കുമ്പോഴാണ് കണ്ണൂരിൽ ഈ പറയപ്പെടുന്ന ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാവുകയും അതിന്റെ പേരിൽ മന്ത്രി ആശുപത്രിവാസം അനുഭവിക്കേണ്ടി വരികയും അതിനെ ഒരു മറയാക്കി പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയൊക്കെയുള്ള യുവജന പ്രസ്ഥാനം, അതായത് DYFയുടെയും SFIയുടെയും ഒക്കെ പിള്ളേരും CA2യിലെ തൊഴിലാളി സഹാക്കന്മാരും തെരുവുകളിൽ ഇറങ്ങി VD സതീശന്റെ പ്രചരണ ബോർഡുകളും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടിമരങ്ങളടക്കം നശിപ്പിച്ചുകൊണ്ട് വലിയ കലാപമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. 5 വർഷക്കാലങ്ങൾ ഇന്നാട്ടിൽ ഒരുപാട് ഭരണപരാജയങ്ങൾ ഉണ്ടായിട്ടും ഒരു ഹർത്താലിനോ ബന്ദിനോ ആഹ്വാനം ചെയ്യാതെ രാഷ്ട്രീയ മര്യാദ കാട്ടിക്കൊണ്ട് വോട്ട് ചെയ്ത ജനങ്ങളോട് മര്യാദ പുലർത്തിക്കൊണ്ട് VD സതീശൻ എന്ന് പറയുന്ന നേതാവ് പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ പറയപ്പെടുന്ന കണ്ണൂരിൽ നടന്ന ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നാടൊട്ടുക്കും കലാപം അഴിച്ചു വിടുന്നു DYFയും SFIയും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. അതേ അർത്ഥത്തിൽ തന്നെ KSUവും യൂത്ത് കോൺഗ്രസും പ്രതികരിക്കാൻ നിന്നാൽ എന്താകും ഈ നാടിൻ്റെ അവസ്ഥ എന്നൊന്ന് ചിന്തിക്കാനുള്ള ഉത്തമമായ ബോധ്യം അവർക്ക് വേണം. പ്രതിഷേധം അറിയിക്കുന്ന ഈ രീതിയിലല്ല. KSU കുട്ടികളുടെ കൈകൊണ്ടാണ്, അല്ലെങ്കിൽ KSUവിന്റെ പ്രവർത്തകരുടെ കൈകൊണ്ടാണ് ഈ പറയപ്പെടുന്ന വീണ ജോർജിന് ഈ പരിക്ക് പറ്റിയത് എന്നതിന്റെ തെളിവ് ചോദിക്കുന്നതിന് എന്താണ് തെറ്റെന്നേ? റെയിൽവേയുടെ CCTV ദൃശ്യങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന 30ഓളം ചാനൽ ക്യാമറ കണ്ണുകളിൽ ഇത് പതിഞ്ഞിട്ടില്ല. പതിയാത്ത ഒന്നിന്റെ പേരിൽ എങ്ങനെയാണ് 5 കുട്ടികളെ പിടിച്ചകത്തിടുക? അവരെ കരിങ്കൊടി കാണിച്ചതിനോ പ്രതിഷേധം നടത്തിയതിനോ ഒക്കെ കേസെടുക്കാം. വധശ്രമത്തിന് എങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക? ഇനി വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, മോഹൻലാലിനെ കൊണ്ട് വൈറ്റ് വാഷ് അടിപ്പിച്ചാലും മമ്മൂട്ടിയെ കൊണ്ട് വൈറ്റ് വാഷ് അടിപ്പിച്ചാലും ജനങ്ങൾക്കറിയാം എന്താണ്
നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ഈ പിണറായി വിജയൻ 3.0 വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ നാടാണ്. എന്നാലും പിണറായി 2.0 എന്ന സിനിമയ്ക്ക് വേണ്ടി പിണറായി വിജയനും വീണ ജോർജും ഒക്കെ തകർത്തഭിനയിക്കുമ്പോൾ അവർക്കൊപ്പം അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ മോഹൻലാൽ നന്നേ പാടുപെടുന്ന കാഴ്ച നമ്മൾ ഇരുവർ 2-ൽ കണ്ടു.